ഡാം 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 ഡാ ഞങ്ങൾ പുതിയ പേരിട്ട് ഡാമിന് ഡാം ഡാ കറക്റ്റ്. പക്ഷെ തണുപ്പത്തിലിടണമല്ലേ, പക്ഷെ ദൂരത്ത് നോക്കുമ്പോഴുള്ളൊരു സീൻ. വേറെ ലെവലായിരിക്കും. ഒരു പൈപ്പ് അത് മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വിടും, എന്നിട്ട് താഴെ ടർബൈനിൽ കറക്കും. അവിടെ ഒരു 3 പൈപ്പ് ഇങ്ങനെ കണ്ടില്ലേ? മറ്റേ അതിരപ്പള്ളി പോകുമ്പോൾ മറ്റേ മലക്കപ്പാറ സൈഡ് എത്തുമ്പോൾ പെൻസ്റ്റോക്ക് പൈപ്പ് കാണാൻ പറ്റും. വെള്ളം വരാൻ വേണ്ടിട്ട് ഇല്ല. അത് എവിടെയാ പെൻസ്റ്റോക്ക്? എവിടെ അവിടെ വെച്ച് കണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത് വന്നിട്ട് കാണാനില്ല. അതല്ല, അത് മുകളിൽ നിന്ന് മലയുടെ മുകളിൽ നിന്ന് ഇറക്കണം. മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു 3 പൈപ്പായിട്ട് ഇറക്കിയത്. പക്ഷെ ഇവിടെ നിന്ന് ഫുള്ള് കാടായിരം കാണാത്ത തൊട്ട് പിന്നീത്തെ ഹെയർ പിന്റെ ഭാഗത്തുനിന്ന് കണ്ടായിരുന്നു. അതിന്റെ അടക്കല്ലേ ഉള്ളിലിട്ട് ഉള്ളിലിട്ടു എടുക്കണം. എന്തിനാ എട്ടെന്ന് ചോദിച്ചതാ? എടുക്കാൻ വേണ്ടി. എടുത്ത എവിടെ? എന്തിന്റെ കണക്കാന്നറിയില്ല. അല്ല, നമ്മള് കുപ്പി ഇപ്പൊ വെള്ളം കുടിച്ചില്ലേ, എന്നിട്ട് നമ്മളിത് അടച്ചിട്ട് എവിടെയെങ്കിലും കളയല്ലേ ചെയ്യണേ? എന്ത് കുപ്പി? അപ്പൊ ഓരോരുത്തർ വന്നിട്ട് ഈ പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് വീണ്ടും കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് നമുക്ക് കൊണ്ടുതരും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ചിലരൊക്കെ വീഡിയോയിൽ കാണിക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടപ്പെടുത്തിട്ട് ഇതിനകത്ത് മടക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം എടുക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിപ്പോ അത് എടുത്തത്. പക്ഷെ അങ്ങനെ ഇട്ടിട്ടും കാര്യമില്ല. അങ്ങനെ ഇട്ടാലും അവർ ആ അടപ്പെടുക്കും. അപ്പൊ അതിന് പകരം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സേഫ്റ്റി പിന്നെ എന്തെങ്കിലും വെച്ചിട്ട് ഫുള്ള് ഹോൾ ഇടണം. അങ്ങനെ കുത്തി ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഹോൾ അടയ്ക്കണമെങ്കിൽ ഉരുക്കണം. റീയൂസ് ചെയ്യണമെന്നല്ല പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട് ഉരുക്കി പുതിയതായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാം. എവിടെയാണാ സാർ? ഹൈഡ്രോ ഇപ്പുറത്ത് കൊണ്ടുവന്നു എടുത്തെടുത്തു. എന്നെ കഴിഞ്ഞ നമ്മളിപ്പോൾ മൂഴിയാർ ഡാം കണ്ടു. അതിന് അടുത്ത് നമ്മൾ കക്കി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ടതിനേക്കാളും വലിയ ഡാമാണ്. ഗൈസ്, നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇവിടുന്ന് കക്കി ഡാമിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വരുന്നതിനാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ക്യാമറ കാണിച്ചു തരുന്നത്. കൊള്ളാലോ. അധികം ടൈം കളയല്ലേ, നമുക്ക് ആ 3 മല മുകളിലാണ്. ആ 3 മല നമ്മള് കവർ ചെയ്യണം. കാണിച്ചു കൊടുത്തേക്ക്. അടുത്തടുത്ത് 3 മല. ആ 3 മലയാണ്. 1 2 3 ഓക്കെ. കണ്ടാണോ? അച്ഛനും മോളും മാമന് മൂത്രത്തിൽ കല്ലൊന്നും കിടക്കുക. ഇത് രണ്ടാമത്തെ മാമൻ. എത്ര മാമനടി? 2 മാമന്മാരാണ്. വലിയ മാമൻ. സോറി ഡൂഡ്, റിലീസ്. ഇറ്റ്സ് ഇന്നേവിറ്റബിൾ. വെള്ളിയാഴ്ച ആയിരുന്നു റിലീസ്. നീ എന്താ വെള്ളിയാഴ്ച ചെയ്തില്ല? എന്നിട്ട് എന്താ പോയില്ല? കൊടുക്കരുതെന്നല്ലേ കടക്കാരെ പറഞ്ഞു. ഇവന് രാവിലെ കടക്കാരന്റെ ബുക്ക് കിട്ടി. ഞാൻ 2 എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവനെ കൊടുക്കരുത്. പിന്നെ ലാസ്റ്റ് 8 ആക്കി. അപ്പൊ പുള്ളി പറഞ്ഞു 2 ചേർത്ത് റൗണ്ട് 10 ആക്കാന്ന് പറഞ്ഞു. അപ്പൊ വന്നിട്ട് ഇവൻ പറഞ്ഞു അല്ല 6 അല്ലല്ല 8 ഇത് പറഞ്ഞിട്ട് തിരിച്ചും പറഞ്ഞു. അപ്പൊ വന്നിട്ട് പുള്ളി ഇതായിട്ട് ഞാൻ 2 എക്സ്ട്രാ വെക്കട്ടെ, പുള്ളി ചോദിച്ചാൽ കൊടുക്കണ്ട, നിങ്ങൾ അത് എടുത്തിട്ട് രാവിലെ തന്നെ. ശരിക്കും ഇത് പെണ്ണല്ല ഗൈസ്, ഇത് ആണാണ്. സന്ദേശം വിട്ട ഒരു ആണാണ്.
ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതാണ് guys. നീ ആ വീഡിയോ കണ്ടോ? Can I touch your hair? Yes. എന്നിട്ട് നേരെ ഇടത്തോട്ട്. ഇവിടെ ഓ സീൻ. അവിടെ തമിഴിലൊരു ഇതേപോലെ കുറെ റീലിടുന്ന കുറെ അമ്മമാരുണ്ടല്ലോ, അതില് ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പം യവന്മാരുടെ കൂട്ടത്തിൽ എവിടെ താമസിക്കുന്നത്. അപ്പം എവള് ആദ്യമേ വന്ന സമയം യവന്മാരുമായിട്ട് ഇങ്ങനെ കൂടി യവന്മാര് എവിടെ പെണ്ണായിട്ടേ കൺസിഡർ ചെയ്യത്തില്ല. അതേ ഒരു സാധനമാണ് ഇത്. അതിലെന്തൊരു കോമഡി, യവന്മാര് പരസ്പരം ഇങ്ങനെ തെറി പറയും. എവളും പറഞ്ഞു എവളും പഠിച്ചു. അപ്പൊ ഒരു ദിവസം അവളുടെ അച്ഛൻ വിളിക്കും. അപ്പൊ എവളല്ല പോണത്, വേറെത്തിനാ ഇവളിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇവിടത്തേക്ക് എവളെ കൊണ്ട് കൊടുക്കും. ഇവള് ഡയറക്റ്റ് എടുത്തിട്ട് പച്ചത്തി ചീത്ത പറയും. അച്ഛനാണെന്ന് ഇവളെ അറിയൂല. യവന്മാര് പറയണ പച്ചക്ക് ചീത്ത പറയും. അപ്പോഴറിയാം സ്ഥിതി കണ്ട. ഇവിടെ ഒരുത്തൻ കോമഡി പറയുമ്പോ ഇവള് കട്ടക്ക് ആലോചിച്ചോണ്ടിരിക്കും. അവള് വേറെന്തോ ആലോചിക്കുക. ഞാനെന്നെ ആണെന്ന് സംശയം. എടാ ആരനെ കാണിച്ചോട്. ആനേനെയോ? ഇനി ഇവൻ കുടിഞ്ഞു ഇന്നലെ ഞാൻ രണ്ട് പ്രാവശ്യം ആനനെ കാണിച്ചു. വിളിച്ചത് ആദ്യം ഇവള് വന്ന് കണ്ടില്ല. നിങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. പിന്നെ ഇവളെ കാണിച്ചപ്പോ ശരിക്കും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് 5 സെക്കൻഡ് അയ്യേ. ഫ്രണ്ടും ബാക്കും ബാക്കാണ്. ആ ഗോപ്രോ വെച്ചിട്ട് എന്റെ നിന്റെ ഒന്നും തലയില്ല. ഇവന് കഴുത്തിരി ഇവിടെ വരെ ഇട്ടിട്ടോണ്ടിരിക്കുന്നത്. രണ്ടുപേരും കൂടെ ഫ്രണ്ടില് മനു, ഞാൻ ബാക്കില്. ഇവര് രണ്ട് വന്മതിലെ പോലെ ഇങ്ങനെയൊക്കെ ഇത്ര ഉള്ളു. ഇവിടെ നിന്ന് ഇത്ര കഴുത്ത് വരെ ഉള്ളത്, വെള്ളയില്ല, അതില്ല. രണ്ട് സൈഡിൽ കൂടി ഒരു മനു ഇങ്ങനെ നടന്നു. ഒരു മനു, ഒരു ജന്തു. അത് തന്നെ പൊളിയായിരിക്കും. ബ്ലാക്ക് MGR വെളുപ്പിച്ചെടുക്കാറ് കാണത്തില്ല. അത് ആരാ കാഞ്ചേ? ഇത് കൊള്ളാടാ. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കടെ പൊളിയാടാ. അല്ലേലേ ഗുണമില്ലാന്നല്ലേ ഞങ്ങള് പറഞ്ഞു. മുഖം മാറ്റാൻ പറ്റൂലല്ലോ. ഇങ്ങനെ ഞാൻ പണ്ടോടിട്ടോട് കഴിഞ്ഞില്ലേ? ഇത് നല്ല അടിപൊളി വഴിയാന്നാട്ടം പറയുന്നത്. എന്താ എണീറ്റേക്ക് എന്താ ഫ്രണ്ടിൽ പോയി. അവൻ ഇറങ്ങി. ഇന്ത്യക്കടാ നീറ്റിക്കട ഫോട്ടോ എടുക്കാനടാ. എന്ത് ഫോട്ടോ? മനു ഓടിക്കുന്നു. നീ ഓടിക്കുന്നു. വുഡ്ലാൻഡ് ഷൂവാ. എങ്ങനെയുണ്ട് വേണോ? തേർഡ് ഓണാക്കി നോക്കിയത് എടാ ഓക്കെ. അതെ അതെ. സെക്കൻഡ് എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നീ പെട്രോൾ ഓടിച്ചില്ല. പെട്രോൾ കയറി പോകും. ഞാൻ പിടിച്ചോളാം. ഈ അടുത്ത് അതാണ് മലയാളം നാട്ടിൽ
தேவதையின் ரகம் வெண்ணிலது முகம் மூடியது ஏனோ கார்மேகம் தேடல் ஒரு கண்ணில் ஊட்டல் ஒரு கண்ணில் நாளை இரு கண்கள் சுகமாகும். ഇന്നൊരു വീട് കോഴിക്കോട് കോഴിക്കോടാ കോയമ്പത്തൂർ എന്നൊക്കെ പറയുന്നുണ്ട്. കോഴിക്കോട് കയറിട്ട് പോകണോ? എന്റെ പോക്കറ്റിൽ പാരച്ചൂട്ട് എണ്ണയൊക്കെ ഉണ്ട്. ജസ്റ്റ് മിസ്. നമ്മൾ റിവേഴ്സ് പോയ ഗൈസ്. ഇതെന്ത് സാധനടാ? ഇതെന്ത്? പെൻസ്റ്റോക്ക് പൈപ്പ്. ഇതിന് വെള്ളം താഴെ കൊണ്ടുപോയില്ല കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഡാം മേളില, ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് അപ്പോഴേ വെള്ളത്തിന് ഫോഴ്സ് കിട്ടും. ഇത് നമ്മുടെ സമയമല്ല, ഇത് ബ്രിട്ടീഷുകാർ പണിതാ ഇതൊക്കെ. ആ സമയത്ത് ഇത് കൊണ്ടുവന്നതാണ്. ഇതിന്റെ ഇവിടെ സാധനം ഇവിടെ എത്തിച്ചതിനെ കുറിച്ചാണ് നമുക്ക്. കാരണം ഈ അന്ന് ഇത്രയും വലിയ ഇതില്ല, ഈ റോഡ് ഇത്രയും വലിയതല്ല. പിന്നെ ഇത് കൊണ്ടുവന്ന് ഇത് ബെൽഡ് ചെയ്തിരിക്കുന്നുണ്ടോ? ചെറിയ പീസ് ബെൽഡ് ചെയ്തിരിക്കല്ലേ. അവിടെ നിന്ന് വെള്ളം ചെയ്തു. അതുകൊണ്ട് അവിടെ ലീക്ക് കണ്ടു. അവന്മാർ താമസിക്കാതെ കറക്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ എങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ ഒത്തിരി പേർക്ക് ബാധിക്കും. വെള്ളത്തിന്റെ ശക്തി എത്രയൊക്കെയല്ലേ, പവറല്ലേ. സീനല്ലേ? ഈ ഡാമിലേക്കാണ് നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കട്ടിക്കൈ ഇല്ലിക്കലിൽ വീട്ടിൽ തിരിച്ചിറങ്ങുമ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. കട്ടിക്കൈ ട്രെക്കിങ് അടിപൊളി സീൻ ഹോൾസ് ആയിരുന്നു. അത് കേറാൻ ഭയങ്കര പാടാ. ആദ്യം ഇറങ്ങിയ ഹോൾസ് കേറാൻ 4 കാലും വെച്ചിട്ടാണ്. വഴിയില്ല, ഫുള്ള് കട്ടയും കല്ലും കാടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇറങ്ങി. അങ്ങനത്തെ പക്ഷേ ആ വെള്ളച്ചാട്ടം ഓർത്തിട്ടിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പോക്കറ്റിലൊക്കെ ഇടണം. കോഴിക്കോട് രജിഷ് തമിഴ്ന്നൊക്കെ മാറ്റി എന്തൊക്കെ പേരുകള് അഴക് തമിഴ് ബ്ലോഗ് വരും കേട്ടോ. പിന്നെ അങ്ങ് പോവാ. ജനുവരിയല്ലേ? ജനുവരി. നിന്റെ കഴുത്തിൽ എന്താടാ? കൊതുകട ഒന്നുകൂടെ പാടിയേ. ഓർഡിനറി സിനിമ ഒക്കെ ഉള്ളതല്ലേ? അവൻ താഴെ ചാടുന്ന അതിന്റെ അപ്പുറത്തെ ഭാഗല്ലേ? അത് നടന്നല്ലേ വരുന്നുള്ളൂ. ഇവിടെ ഇറങ്ങുന്നില്ലോ. അവിടെ നടക്കാം. അതിന്റെ ഷട്ടർ അതാ മിക്കാണ് ആസിഫ് എടുത്ത് ചാടുന്നത്. ഓർഡിനറി ആസിഫ് എടുത്ത് ചാടുന്ന ഇടാൻ അവസാനം അറിയുമ്പോ ധൂം 3 അതന്നെ അമീർ ഖാൻ തന്നെ. ഇത് കണ്ടിട്ട് മൂത്ര വയ്ക്കാൻ മുട്ടണം. ഒഴിച്ചിട്ട് വന്നാലേ ഞാൻ അങ്ങോട്ട് ഞാൻ തന്നെ നിനക്ക് ഒഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു എന്തോ വരില്ലേ വെള്ളമാണ്. പക്ഷെ എന്താ ട്രിപ്പി ഫീൽ വന്നില്ലേ ഇതിൻ്റെ അത്? ഇത് കുറവല്ലേ വെള്ളം ശരിക്കും? കുറവല്ല. നല്ല ആളുണ്ട്.
പക്ഷെ കൊള്ളാട്ടോ. ശരിക്കും മഴക്കാലം ഇത്ര വരെ എത്തൂലേ? എവിടെ? ഇത്ര വരെ. അവിടെ ചെടി അത്ര വരത്തുള്ളൂ. മറ്റേ ബ്ലാക്ക് കളറില്ലേ അവിടെ വരത്തുള്ളൂ. ഉപ്പടിക്കാം. അതന്നെ. അല്ലെങ്കിൽ നമുക്ക് മൂത്രയ്ക്കാൻ മുട്ട. അതന്നെ. ഓ മൂത്രയ്ക്കാൻ ഇങ്ങനെ ഡാം തുറന്നിട്ടോ. ചിലപ്പോ കാറ്റടിച്ച് അങ്ങോട്ടും അങ്ങോട്ടും അത് സീനാ. മൂത്രച്ച് അങ്ങനെ ഇങ്ങനെ നമ്മര് മുതലേ മുതലൊക്കെ ഉണ്ടാവും. കല്ലല്ല മറ്റേ മരത്തിന്റെ മറ്റേ രാമേശ്വരം ഇല്ലേ ആടാ ഇങ്ങനത്തെ പൊന്തിക്കിടക്കണം. അത് എത്ര നമ്മൾ സിംഗല്ല ഞാൻ പോയിട്ടുണ്ട്. എന്താ പൊങ്ങി പൊങ്ങി വരും. അത് ഉള്ളിൽ ഫുൾ പൊള്ളയാ. കല്ലിന്റെ ഉള്ളിലാ? അല്ല ഉപ്പുകല്ല ഹൈലി കോൺസെൻട്രേറ്റഡ് ഉപ്പായ. അല്ല അത് ഫുൾ ഓട്ടയാണ്. ഓട്ടയാണ്. അത് അടിഞ്ഞു കൂടിയിട്ടാവുന്നത്. അത് നമുക്ക് കാണാം. ആടെ ആഴം കുറഞ്ഞ കടലാ. ഈ മായാനദിയിൽ കണ്ടിട്ടില്ലേ? മായാനദിയിൽ അവര് ബസ്സിലെല്ലാം പോകുന്നില്ല ആ പാട്ടിന്റെ അത് രാമേശ്വരാന്ന്. അപ്പൊ ഇങ്ങനെ തിര ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ആ വേവിന്റെ അറ്റം ഇങ്ങനെ കല്ല് പോലെ ആവും. അതേ ഷേപ്പിൽ അങ്ങനെ അതിങ്ങനെ കൊറേ വർഷങ്ങൾക്ക് ഇങ്ങനെ ആയിട്ടാണ് ആ കല്ലുണ്ടായത്. രാമായണത്തിലുള്ള കല്ല് രാമസേതു ആണോ? അതന്നെ. കല്ലില്ലേ പൊങ്ങിക്കിടക്കുന്ന കല്ലാ. ശ്രീലങ്കയിലേക്ക് ശ്രീലങ്കയിലേക്ക് ശ്രീലങ്കയിൽ പോവാനാ വഴി ഉണ്ടാക്കി. കടല് നടുക്ക് സാധാരണ ഇങ്ങനെ കാറ്റുണ്ടാവും. വയനാടൊരു കാറ്റാ. മരം കൊള്ളാട്ടോ. ഓ സീൻ. ഇതെന്താ സാധനം അറിയോ ഗൈസ്? ഇത് നമ്മളെല്ലാം ഉണ്ടാവും. തിളങ്ങുന്നു ഗൈസ്. നമ്മള് ലേറ്റ് ആയിക്കുന്നു പറയും. നമ്മള് വേഗം സ്ഥലങ്ങൾ കണ്ട് ഇറങ്ങണം. 3 മണി വരെ സമയമുള്ളൂ. 3 മണിയുള്ളൂ. 4 മണി അടയ്ക്കും. അതിന് മുമ്പ് ഇവിടെ കയറി എല്ലാ വണ്ടികളും എടുക്കണം എന്നാണ് ഇവരുടെ റൂള്. അപ്പൊ റൂള് മുമ്പ് സ്ഥലം കവർ ചെയ്യണം. അപ്പൊ ഫോട്ടോ എടുക്കൽ കുറച്ചിട്ട് നമ്മൾ പ്ലേസ് കാണാം, ബാഗ് ഇറങ്ങാം. ഓക്കെ ആ ഒരു അതെല്ലാം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഇല്ല അതെടുത്തില്ല. വെള്ളം തെളിച്ചിട്. എന്താടാ ശരിക്കുള്ള മറുകയായിരുന്നു. മറുകോ? അട്ടയാന്ന് വിചാരിച്ചു. കാണിച്ചു കൊടുക്ക്. വ്ളോഗ് കാണിച്ചു കൊടുക്ക്. ചെറിയ അട്ടയാന്ന് വിചാരിച്ചു. കണ്ണാടിയോടെ ഇരിപ്പുണ്ടായിരുന്നു. എടുത്തിട്ട് വെക്കാം. ആ എംജിആർ ഇവിടെ ഫ്രണ്ട് പോയാ? അല്ല ചേച്ചിടയില്ല. സെൽഫി വിത്ത് എംജിആർ. പിരിയൂർ കിളി, കുളീന്ത കിളി, കിളി. ഇനി മേല നീ ഫോട്ടോ പോസ് തരരുത്. ഇവന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കണം. ഫേസിനേക്കാളും ഇത് ഭേദാ ഞാൻ പറഞ്ഞത്. അല്ലടാ നീ ഇവിടെ ഫോട്ടോ ഫേസിനേക്കാളും ഇത് ഭേദം. അതങ്ങനെ അങ്ങനത്തെ മുഖം വേണ്ട. അത് കാണിക്കാൻ പാടില്ല. ഒറ്റ വെച്ച് കൊടുത്താലും ഫ്രഷ് പെണ്ണാണോ അത് ഉണങ്ങി പെണ്ണാണോ? നീ ഇതിന് കുറച്ചെങ്കിലും പെണ്ണ് നീ ഋഷഭനെ പോലെ അല്ലടാ. ഇതിലുള്ള പെണ്ണായിട്ടുണ്ട്. ഋഷഭനെ പോലെ അല്ലേ? ഇപ്പൊ ഋഷഭായി ഋഷഭ് വീട്ടിലാത്തതിന്റെ കഷ്ടം. ആറ്റിറ്റ്യൂഡ്. എന്തായാലും ആശുപത്രി കുട്ടിയുടെ അവസ്ഥ ആട്ടുതൊട്ടിലുകൊണ്ടിട്ട് മനക്കടിക്കുന്നു. നീ ഉറങ്ങിയില്ലടാ? ഉറങ്ങിയില്ലടാ. മറ്റെന്തെങ്കിലും വന്നാലോ സർപ്രൈസ്. ഡാം പണിയാൻ വേണ്ടിട്ട് ഇവിടെ നിന്നാണ് പാറ പൊട്ടിച്ചത്. അതാണ് ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു കുഴിയും പൂക്കൊക്കെ പോലെ. അങ്ങനെയാണ് ഇവിടെ
This is Manu reporting from Devi. ക്യാമറമാനോടൊപ്പം ക്യാമറമാനോടൊപ്പം ജഗത്തിനോടൊപ്പം മനു വർമ്മ. 2, 3 സ്റ്റാർട്ട്. ഇത് കണ്ടിട്ട് അയാൾ ഓട്. ഒരു തമിഴ് സോങ് അളകെ ചങ്കുളക്ക് അളകെ അളകെ അവിടെ അങ്ങനെയാണോ തമിഴില്? അളകെ ഇതൊന്നും ഇടില്ല. തമിഴ്നാട്ടിൽ ഞാൻ പോയാലും കൊല്ലൂടെ അളകെ എനിക്കവിടെ പോകാൻ പറ്റും. കർണാടകത്തിലല്ലേ? ഞാനെന്തിനാ ശരി, ഞാൻ ജീവിക്കണ്ടേ കോയമ്പത്തൂരിൽ. അളകെ അവിടെ അങ്ങനെയാണോ മറ്റേ തമിഴ്? അത്ര പ്രൊണൗൺസ് ചെയ്യില്ല, ലാണ് വരിക. അതുകൊണ്ടാണ് എപ്പോഴാ വിടല്? അതിങ്ങനെ കാണാ രണ്ട് തിരിച്ച് അന്തവളി വളി മതി. മലയാളിയാണോ? എന്നാ വളി വിടണ്ട അണ്ണാച്ചി, വളി വിട് വളി വിട്. ഹരിയർ നഗറല്ലേ? അണ്ണാച്ചി വളി വിട് വളി വിട്. നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. അയ്യോ മലയാളിയാണോ? മലയിടരുത് മലയിടരുത്. ഏതൊരു ഡാം? ചെടി വളർത്താനാ. ചട്ടി കുറച്ച് മണ്ണിടാ തലയിൽ, എന്നിട്ടൊരു ചെടി വളർത്താൻ. നമ്മൾ ആർച്ച് ഡാമിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഓക്കെ, മൂന്നാമത്തെ ഡാമാണ് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, അടിക്കും ബ്ലുപ്പടി. അത് ഈ ഡാമാണ്. അല്ല, ഇതിനൊക്കെ മുട്ടായി കൊടുക്കല്ലേ, കുഞ്ഞിക്കുട്ടി കൊടുക്കല്ലേ, ബബിൾ ഗല്ലില്ലേ, അത് ചവച്ച് ഇറക്കി കളയും. ചെണ്ടെടുത്ത് ടാറ്റ. അയ്യോ, ഓടിപ്പോന്ന് പൈസ കൊറേ എന്തെന്ന്? വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്തേക്ക് നോക്കണേ? കുളിസീനോ? ആശ കുളിസി. എന്തിന്റെ കുളിസീനാണ്? രണ്ട് പുഴു എന്ന് വിളിക്കണമെന്നൊക്കെ ആണോ? എന്തായി കാണുന്നേ? ഒന്നും കാണില്ലേ? ദിസ് ഈസ് ആർച്ച്. എന്താ വളഞ്ഞിരിക്കണം? അതാണ് ആർട്ട്. ബെവരി ചെയ്ത് വെച്ചേക്ക്. ആ റെഡ് അടിച്ച ഒരു കണ്ണ് മാത്രം വന്നിരിക്കണ്ട. ആ ഇങ്ങനെടാ സൂമിൽ നോക്കണോ? എനിക്കോ ദേവാ തിരുവടി വനം തരുവേ ദേവാദിവാദം ശബരിമൊന്നമ്പ ആര്? ഇതിന്റെ ഷട്ടറിന്റെ മോട്ടറാണ്. അപ്പോ അത് പൊക്കാൻ വേണ്ടിട്ടാണ് ഈ എഞ്ചിൻ. ഇപ്പോ തരി വെള്ളമില്ല. അവിടുത്തെ ഡാം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കൂടും. ഇവിടുത്തെ ഡാമിൽ നിന്ന് അങ്ങോട്ട് നോക്കും. അതിന്റെ അപ്പുറം വെള്ളച്ചാട്ടമാണെന്നാണ് പറയുന്നത്.
ഇത് തുറക്കുന്നതിന്റെ കലയുണ്ട്. അല്ലേ കല ആർച്ച് പോലെ കണ്ടോ? അത് കണ്ടോ ഇങ്ങനെ ഫുൾ തുറക്കുന്ന. മോനെ ആ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് കിട്ടും. ഇതാണ് സാധനം. അയ്യോ അത് ആരെങ്കിലും ആ പോയി, എല്ലാം പോയി, ആ ഷേക്ക് ചെയ്ത പിന്നെ ഇങ്ങനെ എടുക്കുക. എല്ലാം പോയി. മറ്റു സാധനമാണ്. മറ്റേ സാധനം അടിപൊളി, നല്ല വ്യൂ കിട്ടീനെ. ആ ഫോട്ടോ കിട്ടിയില്ലേ? ആ നോക്കട്ടെ. അത് ടഫാ. ഒരു പോർട്രേറ്റ് എടുക്കാമോ? ഒരു പോർട്രേറ്റ് വീഡിയോ. പോർട്രേറ്റ് വെച്ചാൽ 2 കൈ ബാക്കില് ജഗത്താടിന്റെ തല